ശൂർപ്പണഖ പറഞ്ഞു, രാമനോടെതിരിടാൻ നിനക്ക് പറ്റുകയില്ല. വല്ല ജാതിയിലും മായ കൊണ്ട് ആ ബാലന്മാരെ അകറ്റി നിർത്തി സീതയെ കൊണ്ടുപോരുകയാണ് ഉചിതം. രാവണൻ സോദരിയെ ആശ്വാസവാക്കുകൾ പറഞ്ഞു സമാധാനിപ്പിച്ചയച്ചു. രാവണൻ ചിന്തിച്ചു, ഒരു മനുഷ്യനെ കൊണ്ടൊരിക്കലും 3.25 നാഴിക കൊണ്ട് ഇത് ചെയ്യാനാവില്ല. രാമൻ മാനുഷ്യനല്ല, ഭഗവാൻ, ഭക്തപാരായണൻ, ആനന്ദമൂർത്തി, മുകുന്ദൻ, മുക്തിപ്രദൻ, ദാതാവ് മുന്നേ അഭ്യർത്ഥിച്ചതനുസരിച്ചു എന്നെ കൊല്ലാൻ ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണ്. എന്നെ കൊല്ലാനായി വന്നതാണെങ്കിൽ കൈവല്യം പ്രാപിക്കാം, അല്ലെങ്കിൽ രാക്ഷസ രാജ്യം പാലിക്കാം. ഇപ്രകാരം ചിന്തിച്ച് സന്തുഷ്ടനായി രാമൻ സാക്ഷാൽ ശ്രീനാരായണനാണെന്നറിഞ്ഞ് അവൻ പൂർവവൃത്താന്തമോർത്തു. വിദ്വേഷബുദ്ധിയ രാമനെ വിചാരിച്ചാലേ പെട്ടെന്ന് മോക്ഷം കിട്ടൂ. ഭക്തി കൊണ്ട് അദ്ദേഹം എന്നിൽ പ്രസാദിക്കുക ഇല്ല. അതുകൊണ്ട് രാമനിൽ വൈരം കാട്ടുക തന്നെ എന്ന് ചിന്തിച്ചുറച്ചു. ഇപ്രകാരം ചിന്തിച്ചുറച്ച് രാവണൻ പ്രഭാതത്തിൽ തന്നെ തേരിൽ കയറി മാരീചാശ്രമത്തിലെത്തി. മാരീചൻ വിശ്വാമിത്ര മഹർഷിയുടെ യജ്ഞരക്ഷയ്ക്ക് രാമൻ വനത്തിൽ ചെന്നപ്പോൾ കണ്ടതാണ്. യജ്ഞം മുടക്കാൻ ചെന്നപ്പോൾ രാമപാദങ്ങളിൽ അഭയം തേടിയതിനാൽ അഭയം കിട്ടി. അന്നു മുതൽ സമുദ്രതീരത്ത് ആശ്രമവാസം ചെയ്ത് ഭക്തനായി കഴിയുകയാണ്. രാമൻ